ചെങ്കോട്ട പരിസരത്ത് നിന്ന് ഒരു ഡെറ്റനേറ്ററോ അതിൻ്റെ ഭാഗങ്ങളോ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരുപക്ഷേ സ്ഫോടനത്തിൽ മറ്റൊരു രണ്ടാമൻ്റെ പങ്ക് പോലീസ് സംശയിക്കുന്നത്. സ്ഫോടക വസ്തുക്കൾ അത് സ്ഫോടന വീര്യമാക്കാൻ വേണ്ടി ഉമർ ഗുലാം നബിക്ക് ഒരു രണ്ടാമൻ്റെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു. പ്രധാനമായിട്ടും CCTV ദൃശ്യങ്ങളും അതുപോലെ മൊബൈൽ ടവർ ലൊക്കേഷനും കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഉമർ ഗുലാം നബി ഡൽഹിയിൽ വന്നിട്ടുള്ള CCTVയിൽ പതിഞ്ഞിട്ടുള്ള ദൃശ്യങ്ങളുള്ള ഇടങ്ങളിലെല്ലാം പരിശോധന നടക്കുകയാണ്. അവിടെ അയാൾ മറ്റേ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ, പരിസരത്തുള്ള കടക്കാരെ എല്ലാം ചോദ്യം ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ആ രണ്ടാമനുണ്ടോ എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഡൽഹി പോലീസ് സ്പെഷ്യൽ സെല്ലും ഒരു FIR രണ്ടാമതായി ഇപ്പോൾ ഈ ചെങ്കോട്ട സ്ഫോടനത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അത് NIA അന്വേഷിക്കുന്ന കേസിന് പുറമെയാണ്, ഗൂഢാലോചനയുടെ വകുപ്പുകൾക്ക് ചുവടെയാണ്, അതിൻ്റെ കീഴിലാണ് ഇപ്പോൾ ഈ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിന് പുറമെ ഈ അൽഫലാ സർവകലാശാലയ്ക്ക് പ്രതികൂലമാകുന്ന രീതിയിൽ കേസും നടപടിയും എല്ലാം തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ഭാവി തന്നെ പരുങ്ങലിലാണ്. 8 പ്രൊഫസർമാർ രാജിവെച്ചിട്ടുണ്ട്. സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ സ്വദേശത്തേക്ക് മടങ്ങുകയാണ്. അവരുടെ ഭാവിയെ സംബന്ധിച്ച് വലിയ ആശങ്ക നിലനിൽക്കുന്നത് കൊണ്ടാണ് നടപടി. ഒപ്പം ഈ ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ടും ഫരീദാബാദ് മൊഡ്യൂളുമായി ബന്ധപ്പെട്ടും അറസ്റ്റിലായിട്ടുള്ള 4 ഡോക്ടർമാർ, ഈ ഷഹീദ് ഉൾപ്പെടെയുള്ള 4 ഡോക്ടർമാർക്കെതിരെ നാഷണൽ മെഡിക്കൽ കൗൺസിൽ അവരുടെ നടപടി ശക്തമാക്കിയിരിക്കുകയാണ്. ലൈസൻസ് റദ്ദാക്കിയിരിക്കുന്നു. ഇനി അവർക്ക് ഇന്ത്യയിൽ എവിടെയും പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കില്ല. അത് ജമ്മു കാശ്മീർ പോലീസ് നൽകിയിട്ടുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. മാത്രമല്ല അതിനുശേഷം അറസ്റ്റിലായവർക്കെതിരെ ഈ ഉത്തർപ്രദേശ് ATSഉം ഹരിയാന പോലീസും അടക്കമുള്ള റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഇനി NMC അവർക്കെതിരെയും നടപടി കർശനമാക്കുമെന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. ഒപ്പം ഈ ഉമർ ഗുലാം നബി രാസവളം വാങ്ങിയിട്ടുള്ള ഗോഡൗണുകൾ ഗുരുഗ്രാമിലും ഹരിയാനയിലെ മറ്റ് ഫരീദാബാദ് ഉൾപ്പെടെയുള്ള മേഖലകളിലെല്ലാം ആ ഗോഡൗണുകളിൽ ഇപ്പോൾ വലിയ തോതിൽ റെയ്ഡുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിൽ നിന്നും അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.